കെറ്റിലിനകത്ത് തന്നെ ഒരു ഇടിയപ്പം മുട്ടക്കറി ആയാലോ. ഹോസ്റ്റലിൽ ഇരിക്കുന്ന സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഇത്. ഇന്നൊരു ഹോസ്റ്റൽ സൺഡേ ആണ്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വെറുതെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് വാങ്ങിച്ച ഒരു സാധനമാണ് ഇത്. 39 രൂപയേ ഉള്ളൂ. റൂമിൽ നിന്ന് ഞങ്ങൾ രണ്ടൊരു മാത്രമേ ഉള്ളായോണ്ട് ഒരു പാക്കറ്റ് മതി. മുട്ട ഉണ്ടായോണ്ട് മുട്ടക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ ഈ സവാള മാത്രമേ ഉള്ളൂ. സാരമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെയൊന്നുമില്ലേ. ഹോസ്റ്റലിൽ ഇതൊക്കെ തന്നെ കിട്ടുന്നത് ഭാഗ്യം. അങ്ങനെ സവാള എരിയുന്ന ഡ്യൂട്ടി എനിക്കാണ്. നല്ല കണ്ണെരിയുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തളച്ച വെള്ളത്തിലേക്ക് ഇടിയപ്പം ഫുള്ള് ഇറക്കി വെക്കണം. എന്നിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വെള്ളം ഊറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഇടിയപ്പം റെഡി. അടുത്ത കറിക്കുള്ള പരിപാടിയാണ്. സെയിം പാനിലേക്ക് കുറച്ച് ബട്ടറും എണ്ണയും ഒഴിച്ച് സവാളയും ഉപ്പും കൂടി ഇട്ട് വഴറ്റുക. വേറെ ഒന്നും ഇല്ലല്ലോ, അതിട്ടങ്ങ് വഴറ്റിക്കോ. പിന്നെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ സാധനം ഉണ്ടോ അതെല്ലാം ഇതിനകത്തിട്ട് ഇളക്കാം. ബട്ട് ഗൈസ്, അവൾ ഇത്രയിട്ട് ഇളക്കിയോണ്ടാവുന്നോന്ന് അറിയത്തില്ല, ഈ ഉള്ളിക്കറിക്ക് ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. ലാസ്റ്റ് നമ്മുടെ മുട്ടയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി. പിന്നെ നമ്മൾ താഴെ ഒരു ബ്ലാങ്കറ്റ് ഒക്കെ അങ്ങോട്ട് വിരിച്ച് ആ പ്ലേറ്റ് ഒക്കെ വെച്ച് അങ്ങോട്ട് ഇരുന്നു. ഒന്നും പറയാനില്ല, നല്ല സോഫ്റ്റ് ഇടിയപ്പം. ആ മുട്ടയൊക്കെ അങ്ങോട്ട് പിച്ച് കറിയും മിക്സ് ചെയ്തിട്ട് ഒരു ഒന്നും പറയാനില്ല ഗൈസ്, ഒരു രക്ഷയില്ല. എൻ്റെ മുഖത്തിലെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിവളോട് പറയുമായിരുന്നു നമ്മുടെ മെസ്സിലേക്ക് ഇവളെ അങ്ങ് എടുക്കാമെന്ന്. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഈ കാലി പ്ലേറ്റിനെക്കാട്ടി വലിയ റിവ്യൂ ഇല്ലല്ലോ. അപ്പോൾ